السلام عليكم ورحمة الله وبركاته. رياض الصالحين حديث نمبر 41. وعن أبي عبد الله خباب بن الأرت رضي الله عنه. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്കൗന ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ പരാതി നൽകി. വഹുവ, ആ സമയത്ത് നബി തങ്ങൾ മുതവസ്സിദുൻ ബുർദതല്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പുതപ്പിനെ ഒരു തലയിണയാക്കി കിടക്കുകയായിരുന്നു. ഫി ളില്ലിൽ കഅബത്തി, കഅബയുടെ തണലിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സീൻ നമുക്ക് പറഞ്ഞു തരുന്നത് മുസ്ലിമീങ്ങൾ മക്കയിൽ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ വലിയ നേതാവ് തന്നെ ഒരു പുതപ്പിനെ തലയിണയാക്കി കഅബയുടെ മുറ്റത്തിങ്ങനെ കിടക്കുകയാണ്. ഫഖുൽന, അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ, തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ലയോ, ഞങ്ങളുടെ വിജയത്തിന് വേണ്ടി അലാ തദ്ഉ ലനാ, തങ്ങൾ ദുആ ചെയ്യുന്നില്ലയോ. മുസ്ലിമീങ്ങൾ നമുക്കറിയാം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഒരുപാട് പീഡനങ്ങൾ മക്കയിൽ സഹിച്ചിട്ടുണ്ട്. നബി തങ്ങൾ തൻ്റെ കൺമുമ്പിൽ തന്നെ തൻ്റെ അനുയായികൾ പീഡിപ്പിക്കപ്പെടുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം വളരെ ക്ലിയറാണ്, ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എന്തിനാണ് സഹിക്കുന്നത്? തങ്ങൾ ഞങ്ങളുടെ മുമ്പിലില്ലേ? തങ്ങളൊന്ന് ദ്വാരുന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുമല്ലോ. പിന്നെ തങ്ങൾക്കൊന്ന് ദുആ ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാണ് ആ ചോദ്യത്തിൻ്റെ കാതൽ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതായത് ആ ചോദ്യത്തിൻ്റെ ഡയറക്റ്റ് ആൻസർ അല്ല പറയുന്നത്, ആ ചോദ്യത്തിനെ ഹബീബായ മുത്തുനബി റീഡയറക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ഖാല ഖദ് കാന മൻ ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള ചിലർ, യുഖദു അർറജുലു, അവരെ കൊണ്ടുവരപ്പെടും, ഫയുഹ്ഫറു ലഹു ഫിൽ അർളി, അവരെ ഭൂമിയിൽ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു കുഴിയുണ്ടാക്കും. ഫയുജ്അലു ഫീഹ, എന്നിട്ട് ആ കുഴിയിൽ അവരെ ഇടും. സുമ്മ യുഅ്താ ബിൽ മിൻശാരി, പിന്നെ മൂർച്ചയുള്ള ഒരു വാള് കൊണ്ടുവരും. ഫയൂളഉ അലാ റഅ്സിഹി, എന്നിട്ട് ആ മനുഷ്യൻ്റെ തലയുടെ മേൽ ആ വാളിനെ വെക്കപ്പെടും. ഫയുജ്അലു നിസ്ഫൈനി, അങ്ങനെ ആ വ്യക്തിയെ രണ്ട് ഭാഗമാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ തല മുതൽ അങ്ങോട്ട് മുറിച്ച് രണ്ട് കഷ്ണമാക്കി, ആ ഒറ്റ മനുഷ്യൻ്റെ ബോഡിയെ രണ്ട് കഷ്ണമാക്കി മാറ്റും. വയുംശതു ബി അംശാത്തുൽ ഹദീദി, ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പുകളെ കൊണ്ട് മാന്തും. മാദൂന ലഹ്മിഹി വഇളമിഹി, അവൻ്റെ എല്ലും ഇറച്ചിയും അതിൻ്റെ താഴെയുള്ളത്, എന്ന് പറഞ്ഞാൽ ആ ബോഡിയാകെ മാന്തി വികൃതമാക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള റിക്വസ്റ്റ് എന്തായിരുന്നു? നീ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം, പടച്ചവനിൽ നീ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ മാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിനെ തൊട്ട് ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പിന്തിരിയുമായിരുന്നില്ല. അതായത് അതൊക്കെ സഹിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അപ്പോൾ ഇവിടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി, നിങ്ങൾ ചിലപ്പോൾ ഇനിയും പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂലിന് അങ്ങനെ പ്രയാസങ്ങൾ ഇനിയും സഹിക്കേണ്ടി വരുമെന്ന് അറിയുമായിരുന്നു. ആ സഹിച്ചാൽ അവർക്ക് ക്ഷമിച്ചതിൻ്റെ കൂലി കിട്ടുമെന്നും അള്ളാഹുവിൻ്റെ റസൂലിനറിയാം. ആ ക്ഷമയുടെ കാരണമായിട്ട് അവരുടെ ദറജ അള്ളാഹു തആല ഉയർത്തും. അതുകൊണ്ട്
അവിടെ ദുആ ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് ദുആ ചെയ്തതിന് പകരം നിങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചവർ, ഇതിനേക്കാളും ബുദ്ധിമുട്ട് സഹിച്ചവർ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കും നിങ്ങളെപ്പോലെ ഈമാനായിരുന്നു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ എന്നാണ് ഇൻഡയറക്റ്റായിട്ട് അവിടെ ഹബീബായ തങ്ങൾ അവരോട് പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവരെ നിരാശയാക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അവർക്ക് വല്ലാത്ത ഹോപ്പ്, വല്ലാത്ത ആശ നൽകുന്ന ഒരു പ്രസ്താവനയാണ്. വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ല യുതിമ്മന്നല്ലാഹു ഹാദൽ അംറ, ഈ ദീനിനെ അള്ളാഹു തആല സമ്പൂർണ്ണമാക്കും, അതായത് പെർഫെക്റ്റ് ആക്കും. ഹത്ത യസീറ റാക്കിബു, ഏതുവരെ? ഒരു വാഹനം, ഒരു ഒട്ടകത്തിൽ സഞ്ചരിക്കുന്നവൻ മിൻ സൻആ, സൻആയിൽ നിന്ന് ഇലാ ഹളറമൂത്ത്, ഹളറമൂത്തിലേക്ക്. അത് രണ്ടും മദീനയിലെ 2 ടൗണുകളാണ്. നല്ല ദൂരമുള്ള 2 ടൗണുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ 2 ദൂരമുള്ള ടൗണുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അവർ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ സഞ്ചരിക്കുന്ന സമയത്ത് ലാ യഖാഫു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവർ പേടിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ മുഅ്മിനുകൾ ഉണ്ടാകും, അല്ലേ? അള്ളാഹുവിനെ അല്ലാതെ അവർ പേടിക്കൂല എന്ന് പറഞ്ഞാൽ മക്കയിൽ ആകെ 200 അല്ലെങ്കിൽ 100-ൽ താഴെ സ്വഹാബികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, മക്ക വിട്ട്, മദീന വിട്ട്, ഹിജാസ് വിട്ട്, സൗദി അറേബ്യ വിട്ട്, അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള സൻആയിലേക്കും അതുപോലെ ഹളറമൂത്തിലേക്കും ഈ ദീന് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഹബീബായ തങ്ങളുടെ ആത്മവിശ്വാസം എത്രമാത്രമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഭരണമായിരിക്കും, അതുകൊണ്ട് തന്നെ എല്ലാം സെക്യൂർഡാണ്. അവിടെ കള്ളന്മാരും അതുപോലെ കൊള്ള ചെയ്യുന്നവരും ആരും അവിടെ കൊള്ളക്കാരൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ അല്ലാതെ പേടിക്കുകയില്ല. വദ്ദിഅബ അലാ ഗനമിഹി, അതുപോലെ അവൻ്റെ കൂടെയുള്ള ആടുകളെ ചെന്നായി ആക്രമിക്കുമെന്ന പേടിയും ഉണ്ടാകും. അതായത് അവിടേക്ക് നീതി നടപ്പിലാകുന്ന മുസ്ലിം ഭർത്താവുണ്ടാവും, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരുണ്ടാകും. നീ ക്ഷമിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുള്. വലാകിന്നകും തസ്തഅജിലൂൻ, അല്ലാഹു തആല ഈ ദീന് എല്ലായിടത്തേക്കും എത്തും, പക്ഷേ നിങ്ങൾ തസ്തഅജിലൂൻ, നിങ്ങൾ അർജന്റ്, ഇപ്പം തന്നെ വേണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ക്ഷമിക്കൂ, തീർച്ചയായിട്ടും ഈ ദീന് ലോകം മൊത്തം എത്തുമെന്നാണ്. നോക്കൂ, അൽഹംദുലില്ലാഹ്, അത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭാവി പ്രവചനമാണ്. നമുക്ക് കൃത്യമായിട്ടറിയാം, മുത്തുനബി പറഞ്ഞതുപോലെ കേവലം ഒരു 100 വർഷം കഴിയുമ്പോഴേക്ക് അറബ് ലോകം മൊത്തം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഹബീബായ തങ്ങൾ വളരെ കൃത്യമായി നൽകിയ ഒരു പ്രവചനവും കൂടിയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഹദീസിൽ നാം പഠിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വലിയ ഒരു പാഠം, നിങ്ങളെപ്പോഴും അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുമ്പോൾ ക്ഷമ പാലിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനം അത് പാഴാവുകയില്ല, അത് വെറുതെയാവുകയില്ല. അത് അള്ളാഹു കാണുന്നുണ്ട്. അതിൻ്റെ ഫലം ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും അടുത്ത ജനറേഷൻ, അതല്ലെങ്കിൽ അടുത്ത ജനറേഷൻ അവർ അത് അനുഭവിച്ചിരിക്കും. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.